ഒരാളെ ഇക്കാക്ക വന്നത് കാണാൻ വേണ്ടി പോണേട്ടാ, ഓടി പോവാണ് ഇക്കാക്ക വന്നത് കാണാനായിട്ട്. അവന് എപ്പോഴും ഇക്കാക്ക വരണ സമയമാകുമ്പോൾ വൈകുന്നേരം ഇവിടെ വന്നിരിക്കലാണ് പണി. അല്ലാതെ ഞങ്ങൾ വാല് തുറക്കലില്ല. അല്ലെങ്കിൽ അവൻ്റെ മുകളിലൊക്കെ കയറി വീഴും. അത് കാരണം പുറത്തേക്ക് അങ്ങനെ വിടലില്ല. ഞങ്ങൾ മുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വാതിലൊക്കെ തുറന്നിട്ട് അതിനെ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകും. അത് കാരണം പേടിയാണ്. ഞാൻ ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇക്കാക്ക വരുന്ന സമയമാകുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങണ ആൾ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഓടിക്കളിക്കണയൊക്കെ. അപ്പോൾ മഴ പെയ്തിട്ട് അവിടെയൊക്കെ മൊത്തം വെള്ളമാണ്. അപ്പോൾ അത് കാരണം തെന്നിയൊക്കെ വീഴൂല. അപ്പോൾ അത് കാരണം ഒറ്റക്കൊന്നും ഇറക്കി വിടാനൊന്നും പറ്റൂല, മുകളിലായതുകൊണ്ട്. അവൻ്റെ ചെരുപ്പുണ്ടെങ്കിൽ അവൻ എപ്പോഴും ഈ വാപ്പിയുടെ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് നടക്കുകയുള്ളൂ. അവൻ്റെ കുഞ്ഞിച്ചെരുപ്പൊന്നും അവൻ ഇടൂല. അവന് വലിയ ചെരുപ്പ് തന്നെ ഇടണം. അതൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണ്. ഭയങ്കര കുസൃതിക്കാരനാണ്. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് മഴയൊക്കെ തോർന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് തെളിഞ്ഞിരിക്കുന്നുണ്ട്. രാവിലെ തുടങ്ങി നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയിപ്പോഴാണ് നമുക്ക് മഴ തോർന്നേക്കണം. റോട്ടിൽ നിന്ന് ഇക്കാക്ക വരണത് കണ്ടപ്പോഴത്തേക്കും വേഗം സന്തോഷത്തിൽ വിളിക്കുകയാണ് ആദ്യം അതെന്നും പറഞ്ഞ്. ആദം എന്നാണ് മോൻ്റെ പേര്, മൂത്ത മോൻ്റെ പേര് ആദം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആദൂ എന്നാണ് വിളിക്കണം. ഈ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേര് യുവാൻ എന്നാണ്. ഇക്കാക്കാനെ കണ്ടതിൻ്റെ സന്തോഷമാണ്. കുറച്ച് നേരത്തേക്കൊക്കെയാണ് ഈ സന്തോഷം ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തല്ലുകൊടുത്ത് വിടും. ഇക്കാക്കാനെ കുറേ നേരമായിട്ട് കാണാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു. ഇപ്പോൾ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. അതിൻ്റെ കളിയൊക്കെയാണ് കാണുന്നത്. കുറേ നേരം ഇക്കാക്കാനെ കാണാതിരിക്കുമ്പോൾ ഒരു സങ്കടമാണ്. പിന്നെ കുറച്ച് നേരം കിരിയും പാമ്പോ രണ്ടെണ്ണത്തിനും പിന്നെ തല്ലുകൊടുത്തു തോന്നും. ഇക്കാക്കൊന്നും കൊടുക്കാൻ പാടില്ല. ഇക്കാക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോഴത്തേക്ക് അവന് ആശയാണ്. ഇക്കാക്ക് പിന്നെ അത് കിട്ടിയാലേ പറ്റുള്ളൂ. ഇക്കാക്ക അങ്ങനെ അതിൻ്റെ കളിയൊക്കെയാണ്. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് ചായയും തിളപ്പിച്ച് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ബ്രെഡും ചായയും ആണ് ഇന്നത്തെ കടി വൈകുന്നേരത്തെ. പിന്നെ അതിൽ തേക്കാൻ നമ്മുടെ മറ്റേ പീനട്ട് ബട്ടർ ഉണ്ടായി. അപ്പോൾ അതൊക്കെ തേച്ച് ഇന്നത്തെ വൈകുന്നേരത്തെ ചായയുടെ കടി അതാണ്. മഴയൊക്കെ ആയതുകൊണ്ട് വേറെ പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. രാവിലെ തുടങ്ങി നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ട്. അത് കാരണം വേറെ ചായയുടെ കടിയൊന്നും മേടിച്ചില്ല. കാരണം ഇന്ന് ബ്രെഡും കൊണ്ട് ഒപ്പിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. പുതിയ വീട്ടിലെ പിള്ളേരുടെ വിശേഷമൊക്കെ ആയിട്ട് വരാം പുതിയ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ.